ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ടാണ് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. ഒരുപാട് നാളെന്ന് വെച്ചാൽ ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിലൊരു സുഖം ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഫിസിക്കലും അതുപോലെ മെൻ്റലും ഒന്നും വലിയ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി ഇന്നലെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നാളെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം അച്ഛാന്ന് പറഞ്ഞു. കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആമിക്കുട്ടിയോട് പറഞ്ഞായിരുന്നു, ശരി ആമിക്കുട്ടി എണീക്കുമ്പോഴേക്കും അച്ഛൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ മുടക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ആമിക്കുട്ടിക്ക് വാക്ക് കൊടുത്താണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെയ്യുന്നു കേട്ടോ. നമുക്ക് രേവ എന്തൊട്ട് ചെയ്യണം നോക്കാം. രേവ കിച്ചണിലാണ്, എന്താ നോക്കാം. ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചോട്ടെ. അപ്പോൾ ഞാൻ രേവേനെ നോക്കാം. രേവ ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ രേവ വിളിച്ചിക്കാ. എന്തൊരു സംഭവം? നേരം എടുത്തിട്ട് നീ ഇട്ടിട്ടല്ലേ ഇവിടെ വന്നേക്കണേ. എന്നിട്ട് പരിപാടി നമുക്ക് ഞായറാഴ്ച പുറത്തുനിന്ന് കഴിച്ചാലും നമ്മൾ കാലത്തുനിന്ന് കഴിക്കുമ്പോൾ സന്തോഷം കണ്ട പുറത്തുനിന്ന് കഴിക്കാന്ന് പറയുമ്പോൾ നമ്മള് സാധാരണ ഒന്നില്ലെങ്കിൽ വൈകിട്ടാണ് കൂടുതൽ പുറത്ത് പോവാറ് അല്ലെ. ഒക്കെ വളരെ കാലങ്ങൾക്ക് മുന്നേ അതൊക്കെ ഒരു മസാല ദോശ കഴിക്കാൻ പോയാലോ. ആമിക്കുട്ടിയുടെ ഡെൻമി ലൈഫ് ആട്ടെ. ആമിക്കുട്ടിക്ക് ഇഷ്ടാവോന്ന് അറിയില്ല. ഞാൻ ആമിക്കുട്ടീനെ നോക്കട്ടെ പേര് എന്തൊരു ചെയ്യണ്ടല്ല. ആള് കിടന്ന് ഉറങ്ങാണ്. അതെ, നോക്കി നോക്കുമ്പോ നടക്ക് അമ്പ വളഞ്ഞു ചുരുണ്ടി കിടക്കണ്ട്. ആമിയ ഇന്നലെ രാത്രി കിടക്കുമ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഗുഡ് മോർണിംഗ്. ആമിക്കുട്ടി ഇന്നലെ രാത്രി കിടക്കുമ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഓർക്കനെ പറയ്, കേക്കില്ല. എന്റെ ഡെയിൻമി ലൈഫ് എടുക്കാൻ. എന്നിട്ട് ആള് കിടന്ന് ഉറങ്ങാണോ? ഫുൾ ഉറക്കാണോ ഡെയിൻമി ലൈഫില്? എന്നിട്ടാ നമ്മള് പുറത്ത് പോയിട്ട് ചാടിക്കാൻ പോവാ, മസാല ദോശ കഴിക്കാൻ പോവാ. ആമിയുടെ ഡെയിൻമി ലൈഫ് അല്ലേ? പല്ല് തേക്കണ്ടേ? പറയെല്ലാരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞു അല്ലേ? ഗുഡ് മോർണിംഗ്. അതെ, എനർജറ്റിക് ആയി. ഇത് വലിച്ചിടണില്ലേ? ഇത് കർട്ടൻ സൺലൈറ്റ് വരണ്ടേ? ഞാൻ വലിച്ചിടാം. അമ്പാ, എന്താണ് പുറത്തത്തെ കാഴ്ചകളൊക്കെ? കാഴ്ചകളൊന്നും കാണില്ല. രേവ കുളിക്കണ്ട? വീടാ ഏതാ? ആമിയുടെ ടോയ്സ് ഇടുന്ന പാത്രങ്ങളാട്ടോ അത്. ആമിയുടെ എന്റെ പേരെന്നിട്ട് ആമി പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അവന്. കിച്ചൺ സെറ്റ്. അപ്പൊ ഇന്ന് ഇവിടുന്ന് ഫുഡാണോ അച്ഛൻ ഉണ്ടാക്കി തരാ മോള്? കലണ്ടറൊക്കെ ഉണ്ട് അല്ലേ? അല്ലാണ്ട് കേട്ടോ ഫുൾ സെറ്റ്. അതെ ആമിക്കുട്ടി, ഇനി പല്ല് തേച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അല്ലേ? ആമിയുടെ ബ്രഷ് ആയിട്ടാണ് അമ്മിക്കുട്ടി വെച്ചിരിക്കണത്. അപ്പം അമ്മിക്കുട്ടി പല്ല് തേക്കാൻ പോകട്ടാ. രാവിലെയും പല്ല് തേച്ചോ രേവ? തേച്ചോ? നമുക്ക് എന്താ പറയുക, കഴിക്കാറില്ല ഫുഡൊന്നും. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറില്ല. നമുക്കപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിട്ട് പോകാം. അതെ, നമ്മൾ ഡിന്നറും ലഞ്ചൊക്കെ കൂടുതൽ പോകാറില്ല. എന്തായാലും അതെ, അപ്പം എന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. അമ്മിക്കുട്ടി പല്ല് തേച്ചിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി കുളിച്ചില്ലെങ്കിലും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടാ. അതുപോലെ തന്നെ നമ്മുടെ രേവയും കണ്ടാ പറയോ കുളിച്ചിട്ടില്ലെന്ന്. സ്പ്രേയും ലിപ്സ്റ്റിക് അടിച്ചു വന്ന അല്ലേ രേവ? എന്തിനാ കുളിക്കാണ്ടിരിക്കാനാ? അത് അമ്മയുടെ പുതിയ കണ്ടുപിടിച്ചാണ്. പറയാൻ പറഞ്ഞു കുളിച്ചെന്ന്. Oh my god. കണ്ണാടി നോക്കണ്ടേ? കണ്ണാടി നോക്കണ്ടേന്നറിയാം. അതെ, നല്ല ചൂടായി തുടങ്ങിട്ടപ്പോ. നല്ല ചൂടായി തുടങ്ങി. ഹലോ മാഡം, എന്താ വിശേഷം? സുഖാണോ? രാവിലെ നേരിട്ട് വന്നിരിക്കുക ആമിക്കുട്ടി. വാച്ച് നോക്കട്ടെ, ടൈം ഒന്ന് പറഞ്ഞേ. കറക്റ്റാണോ സമയമൊക്കെ? ആണോ? 9:30. അതെ.
കുഞ്ഞ് ദോശ കിട്ടാറുണ്ട്. അപ്പൊ അവിടേക്ക് പോവാല്ലേ? ദോശ അവിടെ പോയി കഴിച്ചിട്ടില്ല. ഓക്കെ, ഞങ്ങളല്ലാത്ത റെഡിയാണ് ലാമി. അല്ല പിന്നെ യെസ്, നല്ല ചൂടുണ്ട് അല്ലേ ലാമി? സൺലൈറ്റ് പോവാ നമുക്ക്. അങ്ങനെ ഒരു മസാല ദോശ കഴിക്കാൻ റൂമിൽ നിന്ന് എണീച്ച് വന്ന അച്ഛനും മോളും. ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂട്ടാ. ഇല്ലില്ല, കുട്ടിക്ക് സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിട്ടാ. അല്ല മീ ചേട്ടാ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവോ? ഉച്ചയായി നമ്മൾ വന്നിട്ട്. ആ കുഴപ്പമില്ല, കിട്ടുമായിരിക്കും. എന്തിട്ടേക്ക് ഓർഡർ ചെയ്തേ? ഞാൻ പറയാൻ വേണ്ടി കാത്തിരിക്കുക. അതെ, ഒരു മസാല ദോശ, ഒരു ഗീ റോസ്റ്റ്, പിന്നെ അമ്മയ്ക്ക് ഒരു തട്ട് ദോശ. ഒരു തട്ട് ദോശ, രണ്ട് തട്ട് ദോശ. പിന്നെ എഗ് റോസ്റ്റ് പറഞ്ഞല്ലോ. എഗ് റോസ്റ്റ് നമ്മൾ ഇത്രധികം കഴിക്കുന്ന എല്ലാവരും അറിയിക്കണം വിചാരിച്ചിട്ട് എല്ലാം വരുമ്പോ കാണിച്ചു തരാം. അങ്ങനെ രേവയുടെയും ആമിയുടെയും നെയ് റോസ്റ്റ് വന്നു. ഏതാണ് ആമിയുടെ തട്ട് ദോശ വന്നിട്ടില്ല, എന്റെ മസാല ദോശ വന്നിട്ടോ. ഫുഡ് കഴിക്കല്ലേ, കുറച്ച് നേരം കൂടി വരാണ്ട്. വെയിറ്റ്. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയുടെ തട്ട് ദോശയും അതുപോലെ തന്നെ എഗ് റോസ്റ്റ് വന്നിട്ട് കേട്ടോ. ഞങ്ങളുടെ ഫുഡ് കഴിക്കട്ടെ. ഇനി സമയം കളഞ്ഞ് ശരിയാവില്ല, ചൂടാക്കാറ് അല്ലേ? ഇനി കാപ്പിയും കൂടി വരാണ്ട് അല്ലേ? അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടിക്ക് എന്നിട്ട് വേണമെന്ന് പറഞ്ഞാൽ നാരങ്ങ മിഠായി. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് വാങ്ങിക്കാറുണ്ട് അല്ലേ ആമി? ഇവിടെ ഇപ്പം നൊസ്റ്റാൾജി ചെയ്യണമല്ലോ. ഏത് എന്നിട്ടാ നമ്മളൊരു ചായയും കാപ്പിയും പറഞ്ഞായിരുന്നു. അതിനാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടി, പോവാം. എന്നിട്ടാ ഏ സിനിമ? അതേത് മിഠായി? തെങ്കാശി പറഞ്ഞ. നിന്റെ കയ്യിൽ ഏതാ, ചായയാണോ കാപ്പിയാണോ? അതെ, എന്നാൽ നടക്കാം. അങ്ങനെ ഞങ്ങൾ രേവേനെ വീട്ടിലാക്കി വന്ന് ഞങ്ങൾ ആമിക്കുട്ടിനെ കൊണ്ട് ഫിഷ് വാങ്ങിക്കാൻ വന്നതാ സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് കാട്ട് എല്ലാം 9 സാൽമൺ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ ആമിക്കുട്ടി? അമ്മയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മിഠായി വേണമെന്ന് നിർബന്ധമാണ് അല്ല അമ്മി? അച്ഛൻ വാങ്ങിച്ചു തരുന്നില്ല. ആമിയുടെ ഡൈൻമേ ലൈഫായാലും എന്ത് പറഞ്ഞാലും കിട്ടുന്നുള്ള ഇതിലാണ് അവിടെ നടക്കണത്. വാങ്ങിച്ചു തരുന്നില്ല കേട്ടാ, അച്ഛൻ വാങ്ങിച്ചു തരില്ല. ചെറുതൊരെണ്ണം എടുത്തോ, ഒരു കിൻഡർ ജോയ് അങ്ങനെ എന്തെങ്കിലും എടുത്തോ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൈക്കലാക്കി വേണ്ടിട്ടാ. ലേസ്, കിറ്റ്കാറ്റ്, പിന്നെ കിൻഡർ ജോയുടെ ഒരു ഇത് അല്ല ആമി? അച്ഛൻ പിടിക്കാൻ എന്താ അതിൽ കുറച്ച് പൊട്ടിക്കുകയും ചെയ്തു. ഞങ്ങളൊരു വീഡിയോയും ചെയ്തില്ല അതിൻ്റെ ഇടയിൽ കൂടെ. ആമി ഇങ്ങോട്ട് നോക്കടാ, ആമിയുടെ ഡൈനിങ് ലൈഫായിട്ട് ആമി ഇങ്ങോട്ട് നോക്കില്ലാന്നേ. അവിടെ മീൻ റെഡി ചെയ്യാൻ നോക്കാം നമുക്ക്. മീൻ നമ്മൾ ടൂണയും അതുപോലെ തന്നെ സാൽമനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി ഇതേ ഷോപ്പിൽ നിന്നൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാട്ടാ. ആമി ഇതേ കിൻഡർ ജോയുമ്പലും ലൈസപ്പിലാണ് ഇപ്പോഴും പിടി ചോറുണ്ടെങ്കിലും അല്ലേ? അതെ, ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോയപ്പോ നീ എന്ത് ചെയ്തിട്ട് ഇവിടെ ഇരുന്നിട്ട് നീ എന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടി വി വേണ്ട? അതെ, ഫിഷ് വാങ്ങിച്ചില്ലേ നാളേക്കുള്ള? അപ്പൊ കിൻഡർ ജോയ് ആവശ്യമില്ലാത്ത ആമിക്കുട്ടിക്ക് ആവശ്യമില്ലേ? അപ്പൊ കിൻഡർ ജോയ് ആമിക്കുട്ടിക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കാണാട്ടാ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആമിക്കുട്ടിയും രവിയും പഠിപ്പിലേക്ക് കിടന്നിട്ടുണ്ട്. ആമി ഡൈൻമേ ലൈഫ് പ്രമാണിച്ച് പഠിക്കുന്നതാണോ അതോ ശരിക്കും പഠിക്കുന്നതാണോ? ഹിന്ദി ഒക്കെ പഠിക്കും. 1ാം ക്ലാസ്സിലായിരുന്നപ്പോ അച്ഛനൊക്കെ 5ാം ക്ലാസ്സിലായിട്ടാണ് ഹിന്ദി പഠിച്ചു തുടങ്ങി. ഇവിടെ 1ാം ക്ലാസ് തൊട്ട് ഹിന്ദി പഠിക്കണ്ടല്ലേ ആമി? പക്ഷെ മലയാളം പഠിക്കണ്ട, അവിടെ 2ാം ക്ലാസ് തൊട്ടിട്ടേ പഠിക്കുള്ളൂ അല്ലേ? ഇവിടെ എല്ലാതും എന്താ പറയാ, 1ാം ക്ലാസ്സിന് ഗ്രേഡ് 1, 2ാം ക്ലാസ്സിന് ഗ്രേഡ് 2 അങ്ങനെ പറയട്ടെ. മറ്റേത് LKG UKG KG1 KG2. അത് ഞങ്ങൾക്കും മുന്നേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശീലായി പറഞ്ഞ് അപ്പൊ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്ന് പറയുമ്പോ മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ ആമിക്കുട്ടി ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച ഏതാണ് അതെ അല്ലേ? സോറി, അതേ കഴിഞ്ഞു പോയി.
എവിടെ നാളെ എക്സാം ഉണ്ടാക്കി. അതെ. അപ്പൊ അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇന്ന് വൈകിട്ടായ പിന്നെ മടിയാവും പഠിക്കാൻ. ലാമിയെ സ്കൂളിൽ പോണം. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമായി. ആമിക്കുട്ടിയുടെ ഡെയിൻമി ലൈഫ് അല്ലേ? അതായത് ഞങ്ങളൊന്നും എടുക്കാൻ പറ്റണില്ല. ഞാൻ പോലും വരാൻ പാടില്ല വീഡിയോയില്, കുട്ടി മാത്രമേ പാടുള്ളൂ. ഇറേസർ എവിടെ? അപ്പൊ നമുക്ക് പഠിക്കാം. അതെ. അപ്പൊ നീ പഠിക്കുമ്പോ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടേ? പഠിച്ചോട്ടാ. പഠിച്ചു കഴിഞ്ഞിട്ട് കാണാം. ആമിക്കുട്ടി എന്തെങ്ങനെ ഒരുങ്ങി കിട്ടി നിക്കണ്? ഞങ്ങളേ ആമിക്ക് പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ട് കുറച്ചല്ലേ, കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. നാളെ മൺഡേ ആണ്, അപ്പോൾ സ്കൂളിൽ പോകണം, കുറച്ച് പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കണം. അപ്പോൾ അത് എടുത്തിട്ട് വരണം, നടന്നിട്ടൊക്കെ വരാം നമുക്ക് അല്ലേ? ജസ്റ്റ് ഒരു നൈറ്റ് വാക്ക്. ഓക്കെ? യെസ്. ഇഷ്ടമല്ലേ? നടക്കാൻ പോകാനൊക്കെ ഇഷ്ടമാണ് ആമിക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് പ്രിന്റ് ഔട്ട് കുറച്ച് 2-3 വിഷയത്തിന് എടുക്കാണ്ട, വന്നിട്ട് ചെയ്യണട്ടോ, ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ നമ്മളെല്ലാം ഹോംവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പഠിച്ചൊക്കെ കഴിഞ്ഞു അല്ലേ? നാളത്തേക്കുള്ള ഫുൾ സെറ്റ് അല്ലേ? ഇനി ടൈം ടേബിൾ എടുത്തേക്കാം. ഫുൾ സെറ്റ്. എന്നിട്ട് ടൈം ടേബിൾ ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ നിൽക്കുന്ന ഉറങ്ങും. അതാണ് ആമിക്കുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ എന്തായാലും അച്ഛൻ ഇപ്പൊ പോയിരിക്കുകയാണ് പുറത്തേക്ക്. അച്ഛൻ വന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിട്ട്. ഓക്കെ? പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണ്ട. അങ്ങനെ ഞാനിത് ആമിക്കുട്ടിയുടെ കുറച്ച് ഫോട്ടോ സ്റ്റാറ്റുകൾ എടുക്കാണ്ടായിരുന്നു, കുറച്ച് സ്കൂളിലേക്ക് വേണ്ടിയുള്ള അല്ലേ രേവ? മൊബൈലിൽ ടീച്ചർക്ക് ഒരു മെസ്സേജ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. അതെ. അപ്പൊ ആമിക്കുട്ടി ഇതൊക്കെ എന്താ പറയാ ഫിനിഷ് ചെയ്യണം. ഇന്ന് നാളെ സ്കൂളിലേക്ക് ഇത് കൊണ്ടുപോകണം അല്ല ആമി? ആമി ഒന്ന് ഇങ്ങോട്ട് നോക്കുവോ? ആമിയുടെ ഡെയിൻ മൈ ലൈഫ്, അച്ഛൻ്റെ അമ്മയുടെ ഒന്നല്ല. ഓക്കെ? ഇതിലാണ് ഇഷ്ടമൊന്നും ഉണ്ടായാ മതി അല്ല? ഫുഡൊക്കെ കഴിച്ചു കിട്ടാ ഞങ്ങള്. അതിന്റെ ഇടയിൽ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ ഉറങ്ങണം. അപ്പൊ ആമിക്കുട്ടിയുടെ അച്ഛനോട് ഇന്നലെ പറഞ്ഞ പോലെ ആമിക്കുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫ് അച്ഛൻ എടുത്തിട്ടുണ്ട്. അതെ, അച്ഛൻ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇഷ്ടായില്ലേ അമ്മക്ക്? ഇനി കാണുന്ന ആൾക്കാരുകൾക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് എന്തായാലും ചെയ്യണം അല്ലെ? ഇടുന്നതായിരിക്കും. അതെ. അപ്പോ ഇത്ര തന്നെയായുള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലെ അമ്മിക്കുട്ടി? അപ്പൊ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ until then we are signing off. Bye bye.